ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ പറയുന്നത് പൈസയെക്കുറിച്ചാണ്. കാശിനെക്കുറിച്ച് വർത്തമാനം പറയാനാണ് ഞാൻ ഈ പീസ് പബ്ലിക് സ്കൂളിലേക്ക് വന്നത്. പീസ് എന്ന് പറയുന്ന ഈ വേർഡ് ഞങ്ങൾ ആദ്യം കേട്ടതും പീസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഈ സ്കൂളിൻ്റെ ഒക്കെ ഫോർമേഷൻ സ്റ്റേജിൽ മോർ ദാൻ 15 years ബാക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നതിന് വേണ്ടി നിയമപരമായ ലീഗലി വാലിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഉണ്ടാക്കണം, അതിനെ ഫോം ചെയ്യണം. ആ ഫോർമേഷൻ പ്രോസസ്സുമായിട്ടാണ് ആദ്യമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത്. ആസ് എ കൊമേഴ്സ് പ്രൊഫഷണൽസ് ലൈക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, ഇങ്ങനെ കുറേ മേഖലകൾ ഞാൻ ഈ പറഞ്ഞ പണത്തെക്കുറിച്ചും ഫണ്ടിനെക്കുറിച്ചും കാശിനെക്കുറിച്ചും അതിൻ്റെ ഇടപാടുകളെക്കുറിച്ചുമൊക്കെയാണ് കൂടുതലും ബന്ധപ്പെടുക. ഞങ്ങളുടെയൊക്കെ മേഖലയിൽ 6th മുതൽ 10th വരെയുള്ള കുട്ടികളോട് ഇങ്ങനെ കോമേഴ്സ് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് 10th കഴിഞ്ഞാൽ 11th 12th നിങ്ങൾ ആ ഓരോ പോർട്ട്ഫോളിയോയിലേക്ക് മാത്രമായി പോകും. സയൻസ്, ഹ്യൂമാനിറ്റീസ്, ദെൻ കോമേഴ്സ്. ആ കോമേഴ്സിലൂടെ കടന്നു വന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് ഈ പീസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ഥാപന കാലത്ത് മുതൽ തുടങ്ങിയ ബന്ധമാണ് ഈ ക്യാമ്പസിനോട്. ആ ഒരു ബന്ധത്തിൻ്റെ സന്തോഷത്തിലും അതിൽ കടന്നു വരുന്ന ഈ അക്കാദമിക് ഇയറിൽ 6th മുതൽ 10th വരെയുള്ള കുട്ടികളോട് ഇന്നിവിടെ കൂടാൻ പറ്റിയതിലുള്ളൊരു സന്തോഷമാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിൻ്റെ കാരണം. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ, നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ഇതിൽ ആരൊക്കെയുണ്ട്? കൈ ഒന്ന് പൊക്കാവോ? ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ കസ്റ്റഡിയിൽ പൈസ ഉള്ള ആളുകൾ ഒന്ന് കൈ പൊക്കാവോ? നിങ്ങളുടെ കസ്റ്റഡി 1 രൂപയാവട്ടെ, എത്ര രൂപയാവട്ടെ, നിങ്ങളുടെ കയ്യിൽ എവിടെയോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന, നിങ്ങൾക്ക് പെരുന്നാൾ പൈസ തന്ന, നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന ആ പൈസ ഉള്ള ആളുകളാണ്. ബോയ്സ് അത്യാവശ്യം പൈസക്കാരല്ലേ? ഈ പൈസ നിങ്ങളിലുള്ള കറൻസി, നോട്ടല്ല, എല്ലാവരുടെ കയ്യിലുള്ള കോയിൻസും ഉണ്ട്. ഇത് നിങ്ങളുടേതാ, നിങ്ങളുടെ സ്വന്തം പൈസയാണ്, ഒരാൾക്കും കൊടുക്കൂല. സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ ആ പൈസ അവിടെ വെച്ച് ഉമ്മാനോട് വേറെ പൈസ വാങ്ങും. അത് തൊടാൻ പറ്റൂല. നമ്മുടെ സ്വന്തമായിട്ട് ഇങ്ങനെ വെക്കുന്ന അല്ലേ? പൈസയെ അങ്ങനെ സ്നേഹിക്കണം എന്നാണ് ഞങ്ങൾ ഓഡിറ്റേഴ്സും ഈ കണക്ക് കൈകാര്യം ചെയ്യുന്നവരൊക്കെ പറയാം. ഈ പണം നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിൻ്റെ മുമ്പ് മറ്റാരുടെയോ കയ്യിലായിരുന്നു അല്ലേ? നാളെ നിങ്ങൾ എപ്പോഴെങ്കിലും അത്യാവശ്യത്തിനൊക്കെ എന്തെങ്കിലും വാങ്ങാനൊക്കെ ചെയ്യുമ്പം അത് വേറെ ആളുടെ കയ്യിൽ എത്തുമല്ലോ. അങ്ങനല്ലേ പണം ഇങ്ങനെ പോകുന്നത്? ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം, ഒരു പൈസയുടെ നോട്ടിൻ്റെ സ്റ്റോറി. ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ്, ഗ്രാമം മീൻസ് ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം 30 minutes പോയാൽ ഞങ്ങളുടെ ഗ്രാമം എത്തും. ആ ഗ്രാമത്തിലൂടെ നടുവിലൂടെ ഈ പുതിയ റോഡ് വന്നു. അങ്ങനെ ഞങ്ങളും ഈ അർബൻ മേഖല, പട്ടണത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് കടകൾ വന്നു, അവിടെ ഹോട്ടൽസ് വന്നു, റൂം സൗകര്യങ്ങൾ വന്നു. റിവർ സൈഡിലുള്ളതായതുകൊണ്ട് അവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ടായി, മീൻസ് റൂം റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഹോട്ടലുണ്ടായി. ഞങ്ങളെ നാട്ടിൽ ഈ ഹോട്ടലിൽ ഈ റൂം എടുക്കാൻ വേണ്ടി ഗുജറാത്തിലുള്ള ഒരു ഫാമിലി വന്നു. അച്ഛൻ, അമ്മ, ഒരു കുട്ടി. അങ്ങനെ അവർ ഈ ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്നിട്ട് അവരെന്ത് ചെയ്തു, ഞങ്ങൾക്ക് റൂം വേണമെന്ന് പറഞ്ഞു. റൂം അവർ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു, പേയ്മെൻറ്റ് അടച്ചിട്ടില്ല. അങ്ങനെ അവർ വന്നു. ഹോട്ടലിൽ എവിടെയാ നമ്മൾ നേരെ എത്തുന്ന സ്ഥലം ഏതാ? റിസപ്ഷൻ. ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്ന് റിസപ്ഷനിൽ വന്നു നോക്കിയപ്പോൾ അവർക്കുള്ള റൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് റൂമൊന്ന് കാണണം, റൂം കണ്ടാലാണ് ഞങ്ങൾ കൺഫേം ചെയ്യാം, അപ്പം അതിന് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു. 3000 rupees അവിടെ അടച്ചു. 3000 rupees ക്യാഷ് എടുത്തു, അവർ കൊടുത്തു. എന്നിട്ട് ഹോട്ടലിൻ്റെ ബോയ്സിനെ
നിന്ന് ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഹോട്ടൽ ബോയിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ മുകളിലുള്ള റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അടച്ചത് 3000 റുപ്പീസ് ആണല്ലോ. ആ 3000 റുപ്പീസ് ഈ റിസപ്ഷനിൽ അടയ്ക്കുന്ന സമയത്ത് ഈ റിസപ്ഷനിൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഹോട്ടൽ ലോബിയിൽ. ഈ ഹോട്ടലിൻ്റെ അതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു വാഷ്റൂം റിപ്പയർ വന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്തുള്ള പ്ലംബിംഗ് കടയിൽ നിന്ന് സാധനങ്ങളും റിപ്പയർ ചെയ്യിച്ചിരുന്നു. അവർക്ക് കൊടുക്കാനുള്ള പൈസക്ക് വേണ്ടി അവർ തിരഞ്ഞു വന്നതാണ്. ആ പൈസ ഇദ്ദേഹത്തിന് ഈ പറയുന്ന 3000 രൂപ എടുത്തിട്ട് ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആർക്ക് കൊടുത്തു? ഈ പറയുന്ന പ്ലംബിംഗ് കടയിൽ നിന്ന് വന്ന ആൾക്ക് കൊടുത്തു. അപ്പോൾ ഈ 3000 എടുത്തി പ്ലംബിംഗ് കടയിലെത്തിയല്ലോ. ആ പ്ലംബിംഗ് കടയിലെത്തിയപ്പോൾ ഈ പ്ലംബിംഗ് കടയിലേക്ക് അവിടുത്തെ ജീവനക്കാർക്ക് രാവിലെയും ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾ ചായ കുടിക്കുന്ന കണ്ടില്ലേ, രാവിലെയും വൈകുന്നേരം ചായ കുടിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ കടയിലുള്ള ആളുകൾക്ക് രാവിലെയും വൈകുന്നേരം ചായ കൊടുക്കുന്ന ഒരു മോമോക്കൻ്റെ ചായപ്പീടിയുണ്ട്. ആ ചായപ്പീടിയിൽ പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ 3000 രൂപ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പ്ലംബിംഗ് കടയിലുള്ള ആള് ഈ ആൾക്ക് കൊടുക്കുന്നു. ആർക്ക്? മോമാക്ക് കൊടുക്കുന്നു. മോമാക്കൻ്റെ കടയിൽ ഈ പറയുന്ന പൈസ എത്തിയപ്പോൾ മോമാക്ക ചായപ്പീടിയയിലേക്ക് എല്ലാ ദിവസവും മിൽമ സപ്ലൈ ചെയ്യുന്ന, മിൽമ പാക്കറ്റ് പാല് സപ്ലൈ ചെയ്യുന്ന കടയാണ് അവിടെയുള്ള കോയക്കയുടെ കട. ആ കോയക്കയുടെ കടയിൽ നിന്ന് തലേന്ന് സപ്ലൈ ചെയ്ത ഈ പറയുന്ന മിൽമ ബൂത്തിൽ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഈ 3000 റുപ്പീസ് അയാൾ അവിടെ കൊടുക്കുന്നു. ആ 3000 കോയക്കൻ്റെ കടയിലേക്ക് എത്തിയപ്പോഴോ കോയക്ക ഈ പറയുന്ന തലേന്ന് ഈ മിൽമ ബൂത്തിന്റെ വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാല് സപ്ലൈ ചെയ്യുന്ന വണ്ടികൾ. ആ മിൽമ ബൂത്തിന്റെ വണ്ടി വന്നപ്പം അവിടെ പൈസ ഇല്ലാഞ്ഞിട്ട് അയാള് നേരത്തെ പറഞ്ഞ ഹോട്ടൽ റൂംസ് ഉള്ള ഹോട്ടലിന്റെ കൗണ്ടറിൽ നിന്നാണ് പൈസ കടം വാങ്ങിയത്. അയാൾ എന്ത് ചെയ്തു? ഈ പൈസ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ 3000 രൂപ ഈ പറയുന്ന ഹോട്ടലിന്റെ കൗണ്ടറിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നു. ഹോട്ടലിന്റെ കൗണ്ടറിലേക്ക് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന റൂം നോക്കാൻ പോയ ഫാമിലി മുകളിൽ നിന്ന് ലിഫ്റ്റിൽ താഴോട്ട് ഇറങ്ങി വരികയാണ്. താഴോട്ട് ഇറങ്ങി വന്നിട്ട് അവർ പറഞ്ഞു, സോറി, ഞങ്ങൾക്ക് ഈ റൂം ഇഷ്ടമായിട്ടില്ല, ഞങ്ങൾ ഈ പറയുന്ന ഹോട്ടലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ മറ്റൊരു ഹോട്ടലിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. ഈ 3000 രൂപ അയാൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കുകയാണ്. താങ്ക് യു എന്നും പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യണം. ഒരു 3000 രൂപ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എവിടെയൊക്കെ പോയി, ആരുടെയൊക്കെ കടം തീർന്നു? പ്ലംബിങ്ങിന്റെ സ്റ്റോറിലേക്ക് 3000 കൊടുക്കാനുള്ള കടം തീർന്നു. അവിടുന്ന് ചായപ്പീടിയിൽ കൊടുക്കാനുള്ള പൈസയുടെ കടം തീർന്നു. അവിടുന്ന് മിൽമ ബൂത്തിൽ കൊടുക്കാനുള്ള പൈസയുടെ കടം തീർന്നു. ആ മിൽമ ബൂത്തുകാരൻ വ്യക്തിപരമായി വാങ്ങിയ ഈ പറയുന്ന 3000 റുപ്പീസിന്റെയും കടം തീർന്നു. എവിടുന്ന പൈസ വന്ന് എങ്ങോട്ടാ പോയത്? തൽക്കാലം ഇങ്ങ് തന്നതല്ലേ ഉള്ളൂ. അപ്പം പൈസ എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത്, മണി ഈസ് എ ടൂൾ ഓൺലി ഫോർ യൂസ് ഓഫ്. പൈസ ഇങ്ങനെ പാത്ത് വെക്കാനുള്ളതല്ല, പൈസ ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ആയുധമായിട്ട് എന്നാണ് പറയുന്നത്. പണം ഒരു ടൂളാണ്. ഈ ടൂള് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മളതിൽ കുറേ ആയുധങ്ങളുണ്ടല്ലോ. സേഫ്റ്റി പിന്നില്ലേ നിങ്ങളിൽ? സേഫ്റ്റി പിന്നുണ്ട്. അങ്ങനെ പല പല ആയുധങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ സിസേഴ്സ് ഇല്ലേ നിങ്ങളിൽ? നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഇതൊക്കെ ഇല്ലേ? ഗമ്മില്ലേ നിങ്ങളിൽ? ഈ പറയുന്ന ഒരേ ടൂള് പോലെയാണ് നമ്മുടെ കയ്യിൽ പണം. അത് ഓരോ പ്രായത്തിലും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു തരുന്ന പാരൻസ് ഉണ്ട് നമുക്ക്. പണം നിങ്ങൾ സാധാരണ നിങ്ങളുടെ ബുക്ക് ഇടുന്നത് പോലെ പണം ഏതെങ്കിലും നിങ്ങളുടെ ടേബിളിന്റെ മുകളിലൊന്നല്ലല്ലോ വെച്ചത്, ആരും കാണാത്തടത്തല്ലേ വെച്ചത്, ഒരാൾക്കും കണ്ടുപിടിക്കാനും കഴിയില്ലല്ലോ. അതാണ് ഈ പണത്തിന്റെ പ്രത്യേകത. അതിന് അത്രയ്ക്ക് മൂല്യമുണ്ട്. ഈ പണത്തിന്റെ ഒരു തമാശ, ഈ കറൻസിയുടെ മറ്റൊരു തമാശ എന്ന് പറയുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ കയ്യിൽ 1000 രൂപയുടെ ഒറ്റ നോട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ 1000 രൂപയുടെ ഒറ്റ നോട്ട്? ഞങ്ങളൊക്കെ 1000 രൂപയുടെ ഒറ്റ നോട്ട് ഉപയോഗപ്പെടുത്തി അത് ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ്. ഞങ്ങൾക്ക് അന്ന് 500 നോട്ടിന് അത്ര ഒരു വിലയൊന്നും കൊടുക്കാറില്ല. നമ്മൾക്കൊക്കെ 1000 നോട്ടാണ്. ഒരു ദിവസം രാത്രി ഏകദേശം 9 മണിക്ക് നമ്മുടെ റെസ്പെക്റ്റഡ് പ്രൈം മിനിസ്റ്റർ നേരെ മീഡിയയിൽ വന്ന് പറയാണ്, ഇതാ ഇന്ന് മുതൽ 1000 നോട്ട് ഇന്ത്യയിൽ വാലിഡ് അല്ല. നിങ്ങളെ കയ്യിലുള്ള പൈസ, നിങ്ങളുള്ള പൈസ ഇന്ന് ഇവിടുന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ അറിയാണ് ഈ പറയുന്ന പണം വാലിഡ് അല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സൂക്ഷിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ലല്ലോ. കയ്യിൽ നിന്ന് പോയില്ലേ? അതേപോലെ കയ്യിൽ നിന്ന് പോയിരുന്നു ഈ പറയുന്ന ഇന്ത്യയിലുള്ള മുഴുവൻ 1000 നോട്ടിനും 1000 രൂപയുടെ നോട്ടിനും അത് സംഭവിച്ചു. അപ്പോൾ കുടുംബത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ആ
അപ്പോൾ നമ്മൾക്ക് ഇവരെ പോലുള്ള ഈ പറയുന്ന ഉമ്മമാരും അമ്മമാരും ഒക്കെ കയ്യിലൊക്കെ പൈസ ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നു. ഹസ്ബൻഡ് ചോദിച്ചാൽ കൊടുക്കൂല, വേറെ ആർക്കും കൊടുക്കൂല, ഇന്ത്യയിൽ പൈസ ഇല്ല, ഇന്ത്യയിൽ പൈസ ഇല്ല എന്നാ പറയാം. അങ്ങനെ പിറ്റേന്ന് ഈ പൈസയായിട്ട് വരിക. കാരണം ഏകദേശം കുറച്ച് ആഴ്ചകൾ, എനിക്ക് തോന്നുന്നത് 3 മാസത്തോളം ഈ പണം ബാങ്കിൽ കൊടുത്ത് തിരിച്ചെടുക്കാവുന്ന സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ ഇല്ലാത്ത ഭാര്യമാര് എന്ത് ചെയ്യാണ്, ഭർത്താക്കന്മാരോട് പറയാണ് ഇതൊന്ന് മാറ്റിത്തരുമോ, നിങ്ങളെപ്പോലെ ഈ പാത്ത് വെച്ച പൈസ ആ രീതിയിൽ ഒരു ദിവസം ഒരു രാത്രി ഇന്ത്യയുടെ കറൻസിക്ക് വാല്യൂ ഇല്ലാതായപ്പോൾ ആ കറൻസികളൊക്കെ വെറും പേപ്പറുകളായി മാറി. ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഈ മൂല്യമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ കടയിലൂടെ, ഈ മിൽമാ ബൂത്തിലൂടെ, ഈ കടകളിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ ഈ നോട്ടിനൊരു വില ഉണ്ടായിരുന്നു. ആ വിലയാണ് ഈ പറയുന്ന പണം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വിലയുള്ള കറൻസി ഏതാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗസ് അടിക്കാൻ പറ്റുമോ? കുവൈറ്റ്. ഗസ് ഒന്നും അടിക്കണ്ട, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയും അല്ലേ? അത്രയും മൂല്യമുള്ള കറൻസിക്ക് മൂല്യം നിശ്ചയിക്കുന്നതിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകത്തിൽ അത്യാവശ്യം മൂല്യം കുറഞ്ഞു വരുന്നൊരു കറൻസിയായിട്ട് നമ്മുടേത് മാറുന്നു എന്നുള്ള ഒരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വില കൂടുന്നതും ആ കാര്യങ്ങൾ. ആ എക്കണോമിക്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നന്നായി ഉപയോഗിക്കേണ്ട, നന്നായി കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് സാമ്പത്തിക മേഖല. സാമ്പത്തിക മേഖലയിൽ ബാങ്ക് അക്കൗണ്ടുകളുമായും സാമ്പത്തിക മേഖലയിൽ ഈ കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് ചതിക്കുഴികളും ഇതിലുണ്ട്. 10th പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ +1 +2 ഒക്കെ എത്തുമ്പോൾ, ആ +2 എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലും പണത്തിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ, എൻ്റെ പണം, നിങ്ങളെ പൈസ ഒരു ഫിൽസ് പോലും, ഒരു പൈസ പോലും എനിക്ക് തരൂലല്ലോ, നിങ്ങളെ ബ്രദറിനോ സിസ്റ്റർക്കോ കൊടുക്കൂലല്ലോ, ഉമ്മാക്കോ ഉപ്പാക്കോ കൊടുക്കൂലല്ലോ. അത്രയും കണിശത നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് വേണം. അത്രയും കണിശത നിങ്ങൾക്ക് മൊബൈൽ തന്നു തുടങ്ങിയ, മൊബൈൽ സ്വന്തമായിട്ടുള്ളവർ ഇതിൽ ആരെങ്കിലും എത്ര പേരുണ്ട്? പൊങ്ങട്ടെ. ബാങ്ക് അക്കൗണ്ടിനേക്കാളും സ്വന്തമായി മൊബൈലുണ്ട്. ഈ മൊബൈലിൽ നിങ്ങളോട് OTP ചോദിക്കും, നിങ്ങളോട് കൺഫർമേഷൻ ആയിട്ട് അവർ ഫോൺ ചെയ്ത് ചോദിക്കും, നിങ്ങളുടെ ഇതല്ലേ പേര്, നിങ്ങളുടെ അഡ്രസ്സ് ഇതല്ലേ, നിങ്ങളുടെ ഉപ്പയുടെ പേര് ഇതല്ലേ, നിങ്ങളുടെ ഉമ്മയുടെ പേര് ഇതല്ലേ, നിങ്ങൾക്ക് ഒരു OTP അയച്ചു തന്നിട്ടുണ്ട്, അത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ് കിട്ടും. ആ ഇത്ര പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റ് കൊണ്ട് നിങ്ങൾക്ക് ആമസോണിലോ സ്വിഗ്ഗിയിലോ ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മൾ OTP കൊടുക്കുമല്ലോ അല്ലേ? സ്വിഗ്ഗിയിലൊക്കെ ഒരു ഫ്രീ ഡെലിവറി കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ OTP ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും അവർ കേട്ടില്ല, സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കും. ഈ OTP എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും കോൺഫിഡൻഷ്യലായ ഇൻഫർമേഷനാണ്. നിങ്ങളുടെ ഒരു OTP കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെയോ നിങ്ങളുടെ പേരൻസിന്റെ ബാങ്ക് അക്കൗണ്ടിനെയോ നിങ്ങളുടെ ഐഡന്റിറ്റിയെ പോലും പിന്നീട് ബാധിക്കുന്ന പ്രശ്നമോ, ഇതെല്ലാം നോക്കിയാൽ ഇതിലെല്ലാം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടതുണ്ടാവും. എല്ലാവർക്കും വേണ്ടത് പൈസ. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എത്ര വലുതാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ പൈസ. ഞാൻ ഒരു പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് എൻ്റെ പൈസയുടെ അളവ് ചെറുതായിരിക്കും. പക്ഷേ ലുലുവിൻ്റെ ഓണർ യൂസഫ് അലിക്കൻ്റെ എത്ര പൈസ ഉണ്ടാകും? അദ്ദേഹത്തിന് ആ പൈസ പ്രധാനപ്പെട്ടതല്ലേ? പൈസയുടെ അളവല്ല, പൈസ എത്ര ചെറുതായാലും പൈസ എത്ര വലുതായാലും, ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും, ഏത് തരം ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾ അതൊരാൾക്കും കൊടുക്കരുത്. നിങ്ങൾക്ക് ATMന്റെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പറയുന്ന മേഖലയിൽ, ഈ സാമ്പത്തിക മേഖലയിൽ, ഈ പറയുന്ന ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു കാലത്ത് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന കോമേഴ്സ് മേഖല ലോകത്തെ ഏറ്റവും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. നിങ്ങൾ 10th കഴിയുമ്പോൾ സയൻസ് താല്പര്യമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ കോമേഴ്സിനോട് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ആ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും സ്റ്റാറ്റ്യൂട്ടറിയിലെ, അതായത് നിയമപരമായി ഏറ്റവും കൂടുതൽ റെക്കഗ്നിഷൻ ഉള്ള കോഴ്സുകളാണ് CA. നിങ്ങൾ CA കേട്ടിട്ടുണ്ടോ? ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. CA കോഴ്സ് ഉണ്ട്, CS എന്ന് പറയുന്ന കമ്പനി സെക്രട്ടറി കോഴ്സ് ഉണ്ട്, CMA എന്ന് പറയുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. കൂടാതെ വിദേശ അഫിലിയേഷൻ ഉള്ള ACCA ഉണ്ട്, CMA US ഉണ്ട്. ഈ പറയുന്ന കോഴ്സുകളിൽ ഏതെങ്കിലും എടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാമ്പത്തിക മേഖല, ഞാൻ പറയുന്ന ഈ കറൻസിയുടെ പേരിനെയും വാല്യൂവിനെയും മാറ്റം ഉണ്ടാവുള്ളൂ. ബിസിനസ് ലോകത്തെല്ലാം ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ആ പോർട്ട്ഫോളിയോയിൽ നിന്ന്
ലോകത്തിലെ ഏറ്റവും മികച്ച കരിയറിലേക്ക് ഇത് പോകാൻ പറ്റും. സാമ്പത്തിക മേഖലയിലും സാമ്പത്തികമായ പ്രൊഫഷണൽ മേഖലകളിലും ഒരുപാട് സാധ്യതകളുള്ള കാലമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ഉണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് നല്ല സ്മാർട്ടായിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ്. അങ്ങനെ സ്മാർട്ടായിട്ടുള്ള പ്രൊഫഷണൽ ഈ പറയുന്ന കോമേഴ്സ് മേഖലയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ലൈഫിലേക്ക്, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പണവുമായി ബന്ധപ്പെട്ട, കച്ചവടവുമായി ബന്ധപ്പെട്ട, കോമേഴ്സ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ പറയുന്ന കരിയറിൽ ഏറ്റവും മികച്ച സീറ്റിലേക്ക്. ഒരിക്കലും ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാറുള്ളത്, ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ സാധാരണ ഒരു ലേബർ ക്ലാസ്സായി, ഒരു ബ്ലൂ കോളർ ലേബറായിട്ട് നിങ്ങൾ മാറരുത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിഡ് ലെവൽ ലേബറോ ഒരു ഓഫീസറോ ആയിട്ട് മാറരുത്. നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ, അത് നിങ്ങളുടെ കരിയർ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ ബിസിനസ് ആയിക്കൊള്ളട്ടെ, അതിലെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള സീറ്റുകളിൽ മാത്രമേ എത്താവൂ എന്ന് തീരുമാനിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കരിയറിന് പരമാവധി എഫേർട്ട് ഇട്ടുകൊണ്ട്, പരമാവധി ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് നേടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മള് ഒരു കോമഡി രീതിയിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും എവിടെ ഒരു മലയാളികളെ കാണാൻ കിട്ടും. ഇതിന് മെയിൻ റീസൺ ആയിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പഠിച്ച് വളർന്നതിന് ശേഷം ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി മിക്കവരും പുറത്തു പോകാനാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജനറേഷൻ വളർന്ന് വന്ന് ഒരു ജോലി ആ സമയത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ നല്ല ജോലിക്കുള്ള സ്കോപ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതോ ഇപ്പോൾ കറന്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന പോലെ നമ്മളും ഇവിടെ പഠിച്ചതിന് ശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി, നല്ല കാശ് ഉണ്ടാക്കാൻ വേണ്ടി പുറത്തു പോകേണ്ട ആവശ്യം വരുമോ? എന്താണ് സാറിന് അതിലുള്ള അഭിപ്രായം? താങ്ക് യു. ഫുൾ ക്വസ്റ്റ്യൻ. ബ്രെയിൻ ഡ്രെയിൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ പഠിച്ച ഒരുപാട് ആളുകൾ വിദേശത്ത് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ജോലി തേടി പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അതിന് കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ, നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കുറവാണ്. ആ കുറവാകുന്നത് നമ്മുടെ ഇപ്പം ടെക്നോളജി മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ നോയിഡയിലേക്കോ ഒക്കെ സംഭവിച്ചത് ടെക്നോളജിയിലാണ്. ആ ടെക്നോളജിയിൽ തന്നെ BPOസും ആ തരത്തിലുള്ള ഇന്റർനെറ്റുമായി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. അത്തരം സ്ഥാപനങ്ങളുടെ എണ്ണം ഇവിടെ കുറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ഗവൺമെന്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് GCC എന്ന് പറയുന്ന ഒരു പദം കേൾക്കും. GCC എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗൾഫാണ് ആലോചിക്കുക. GCC മീൻസ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ എന്ന് പറഞ്ഞ് ടെക്നോളജിയിൽ ഏറ്റവും ഇന്നോവേറ്റീവായി ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണത്. മുമ്പൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ BPO എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കമ്പനിക്ക് അവരുടെ ഒരു ബിസിനസിന്റെ, അവരുടെ ഒരു സർവീസ് അല്ലെങ്കിൽ അവരുടെ ഒരു സോഫ്റ്റ്വെയർ, അവരുടെ ഒരു ബാക്ക് എൻഡ് ഓഫീസായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ നിന്ന് സർവീസ് കൊടുക്കുന്നു. ഇവിടെയുള്ള ഇന്ത്യൻ കമ്പനി നമ്മുടെ മലയാളികൾ അടക്കമുള്ള ടെക്നിക്കൽ ഓഫീസേഴ്സോ എഞ്ചിനീയേഴ്സോ ഇരുന്ന് ഒരു US കമ്പനിക്ക് നമ്മൾ സർവീസ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ BPO എന്ന് വിളിക്കുക. ഈ GCC എന്ന് പറയുന്നതിലുള്ള വ്യത്യാസം, ഈ പറയുന്ന കമ്പനി ഇവിടെ തന്നെ, ഈ കമ്പനിയിൽ US വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന സർവീസിന് പകരം ഈ US കമ്പനി നേരിട്ട് അവരുടെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ അവരുടെ ബിസിനസ് ചെയ്യുന്നു. അതിനുള്ള കാരണം US മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ UK ആണെങ്കിലും അവിടെയുള്ള അത്ര കോസ്റ്റ് ഇവിടെ ഇല്ല. രണ്ടാമത് ഏറ്റവും നല്ല മാൻ പവർ ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കേരളത്തിലേക്ക് പുതിയ GCC ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളതാണ്. ഈ ബജറ്റിൽ 100 കോടി രൂപയാണ് ഈ പറയുന്ന കാര്യങ്ങളെ AI ബന്ധപ്പെടുത്തി ഇവിടെ ചെയ്യുന്നത്. AI എന്ന് പറയുന്നത് ഇതിന് പകരം വെക്കുന്നതല്ല, ഇത് ഏറ്റവും എഫക്റ്റീവായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. സോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഒരു US കമ്പനി, ഈ പറയുന്ന ഒരു GCC ആണെന്ന് കരുതുക. ഈ ഇരിക്കുന്നവരെല്ലാവരും ഈ പറയുന്ന GCCയിലെ സ്റ്റാഫാണ് എന്ന് കരുതുക. ഈ GCC എന്ന കോൺസെപ്റ്റ് വരുന്നതോടുകൂടി നമ്മളെല്ലാവരും US കമ്പനിയുടെ സ്റ്റാഫാണ്.
US ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആ പറയുന്ന ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ജോലി ചെയ്യാൻ ലോകത്ത് എവിടെ നിന്നും ഇത് ചെയ്യിക്കാൻ എന്താണോ ഷാർപ്പായിട്ട് ആ റിസൾട്ട് വേണ്ടത്, അതിന് AI സഹായിക്കും, ഫ്യൂച്ചർ ടെക്നോളജി സഹായിക്കും. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല വെതറാണ്, പൊല്യൂട്ടഡ് അല്ല. ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലാൻഡിൽ, ഏറ്റവും മനോഹരമായ ലാൻഡിൽ ഇത്തരം പദ്ധതികൾ വന്നാൽ മാത്രമേ ബ്രെയിൻ ഡ്രെയിൻ അവസാനിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ടുള്ള ജോലികളൊക്കെ എന്നും ഫോറിൻ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലായിരിക്കും. ഇപ്പം വലിയൊരു ഹോപ്പ് പുതിയ ഗവൺമെന്റ് ഏറ്റവും വലുതായി പറഞ്ഞത് ബ്ലൂ എക്കോണമിയെ കുറിച്ചാണ്. ബ്ലൂ എക്കോണമിയെ കുറിച്ച് പറയുന്നതിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അതിൽ ഷിപ്പിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, വെയർഹൗസിംഗ് ഉണ്ട്. 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ സീസൈഡ്. കേരളത്തിന്റെ തീരത്ത് ഈ പറയുന്നത് വരുന്നു, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ വരുന്നു, സിൽവർ എക്കോണമി വരുന്നു. ഈ പറയുന്നതെല്ലാം വന്നാൽ ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ പറയുന്ന ഒരു ക്രൈസിസ്, ബ്രെയിൻ ഡ്രെയിൻ കൂടുന്നു എന്ന് പറയുന്ന ഒരു ക്രൈസിസ് ഇനി വരില്ല. കേൾക്കാനാണ് ഖജനാവ് കാര്യമാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എനിക്ക് ചോദിക്കുന്നത് വെച്ചാല് ഈ ഒരു പ്രതിസന്ധി വരാനുള്ള കാരണം എന്താണെന്നും പിന്നെ കേരള ജനങ്ങൾ അടക്കുന്ന നികുതി എങ്ങോട്ടാണ് പോകുന്നതെന്നും അതേപോലെ കേരളത്തെ എങ്ങനെയാണ് നമുക്ക് ഫൈനാൻഷ്യലി മുന്നോട്ട് കൊണ്ടുവരാനും മെച്ചപ്പെടുത്താനും പറ്റുക? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ മെയിൻ കോർ സബ്ജക്ട് ക്വസ്റ്റ്യനാണ്. ഇതില് പാരൻസിന് കച്ചവടം നടത്തുന്ന, ബിസിനസ് നടത്തുന്ന പാരൻസ് ഉള്ള ഒരുപാട് ആളുകളില്ലേ ഇതില്? ബിസിനസ്സുകാരായിട്ടുള്ള ഇല്ലേ? എല്ലാവരും ഉദ്യോഗസ്ഥരല്ലല്ലോ. നമ്മൾ ഈ സ്ഥാപനം എടുക്കാം, പീസ് കോട്ടക്കൽ. പീസ് കോട്ടക്കലിൻ്റെ ഒരു വർഷത്തെ റെസീറ്റും ഒരു വർഷത്തെ പേയ്മെൻറ്റും ഉണ്ടാവുമല്ലോ. ഇവിടെ നിങ്ങളോട് എല്ലാവരോടും ഫീസ് വാങ്ങും, നമ്മൾ ശമ്പളം കൊടുക്കും, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ പറയുന്ന പരിപാടികളൊക്കെ നടത്തണം. ഇതൊക്കെ ഏത് കാറ്റഗറിയാണ്? റെസീറ്റാണോ പേയ്മെൻ്റ് ആണോ? ചെലവുകളാണ് ഈ പറയുന്നതൊക്കെ. നിങ്ങളോട് ഫീസ് വാങ്ങുന്നതാണ് ഇവിടുത്തെ റെസീറ്റ്. ഇതിൻ്റെ ആകെ തുകയിൽ ഒരു എക്സ് നമ്പർ ഉണ്ടാകും. ഇത്ര രൂപ റെസീറ്റ് ഉണ്ട്, ഇത്ര രൂപ പേയ്മെൻ്റ് ഉണ്ട്. കേരളത്തിൻ്റെ ടോട്ടൽ ഒരു വർഷത്തേക്കുള്ള കേരളം എന്ന് പറയുന്ന ഇത് നിങ്ങൾ കേരളം ഇങ്ങനെ സങ്കല്പിക്കുക. ഇതാണ് കേരളം. ഈ കേരളം ഇത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വർഷത്തെ ചെലവ് എന്ന് പറയുന്നത് 2,20,000 കോടി രൂപയാണ്. 2,20,000 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ വേണ്ട ചെലവ്. അതിന് കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ നികുതികളെല്ലാം കിട്ടിയിട്ട് ആകെ കിട്ടുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഉള്ള ഗ്രാൻറ്റും എല്ലാം കൂടെ കിട്ടുന്ന വരവ് എന്ന് പറയുന്നത് 1,70,000 കോടിയാണ്. അപ്പൊ നമ്മളൊക്കെ ഏകദേശം പണയം വെച്ച് വാങ്ങി കടം വാങ്ങിയിട്ടാണ് ഈ സ്റ്റേറ്റ് കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ടാക്സ് കളക്ഷനിലുള്ള പോരായ്മകൾ, ടാക്സ് കറക്റ്റ് സമയത്ത് അടവാക്കുന്നത് നിർബന്ധമാക്കുന്നതിനുള്ള എഫിഷ്യൻസി കുറവൊക്കെ ഭാഗമായിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു റെമിറ്റൻസ് എക്കോണമിയാണ്, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എക്കോണമി അല്ല. ഈ ഗൾഫിലുള്ള ആളുകളൊക്കെ അവരുടെ പണം അവരുടെ ബാങ്കിൽ സൂക്ഷിക്കും. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എക്കോണമി ആണെങ്കിൽ ഈ നാട്ടിലെ ഈ കാലത്തിന് യോജിച്ച രീതിയിലുള്ള ബിസിനസ് ആവണം. നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളൊക്കെ ഡ്രസ്സ് വാങ്ങുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ ഫുഡ് ഡിന്നറിന് പോവാറുണ്ടല്ലോ, വീക്കിലി വൺസ് നിങ്ങൾ പാരൻസിന്റെ കൂടെ ഹോട്ടലിൽ പോവാറുണ്ടല്ലോ, ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ വന്നല്ലോ. ഈ പറയുന്നതെല്ലാമാണല്ലോ നമ്മുടെ എക്സ്പെൻസ്. ഈ പറയുന്ന നാട്ടിൽ നല്ല നല്ല ജോലിയും നല്ല നല്ല സ്ഥാപനങ്ങളും നല്ല നല്ല പ്രോഡക്റ്റുകളും നല്ല നല്ല സർവീസുകളും കൊടുക്കുമ്പോഴാണ് ഇവിടെ ടാക്സ് റവന്യൂ കൂടുക. നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുമ്പോൾ എന്താ വരിക? റെമിറ്റൻസ് എക്കോണമി കൂടും, ഇൻവെസ്റ്റ്മെന്റ് എക്കോണമി അതുപോലെ നിൽക്കും. ഇൻവെസ്റ്റ്മെന്റ് എക്കോണമി ചെയ്യുമ്പോഴാണ്, അതായത് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡോക്ടർ കബീർ എന്ന് പറയുന്ന റെസ്പെക്റ്റഡ് ഈ പറയുന്ന യൂണിറ്റിന്റെ ചെയർമാനും ഏതാനും ആളുകളും ഇവിടെ അവർക്ക് വേറെ ലാഭേച്ഛയൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനത്തിൽ നമ്മളെ വിളിച്ചു ഈ എക്കണോമിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ അല്ല ജോലിക്ക് നല്ലത് ഗൾഫാണ് എന്ന് പറയുന്നത് പകരം ഇവിടെ ജോലി ചെയ്യാവുന്ന, ഇവിടെ വ്യാപാരം തുടങ്ങാവുന്ന ഒത്തിരി സാധ്യതകൾ വരുന്നു. അതിനനുകൂലമായ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉള്ള ഒരു കാലമാണ്. അങ്ങനെ ഇവിടെ എക്കണോമിക് ട്രാൻസാക്ഷൻസ് കൂടിയാൽ മാത്രമേ നമുക്ക് ടാക്സ് കൂടുകയുള്ളൂ. അങ്ങനെ ടാക്സ് കൂടിയാൽ മാത്രമേ ഈ പറയുന്ന ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾ മാറി പൂച്ചയ്ക്ക് കയറാൻ സ്ഥലമില്ലാതെ ഖജനാവ് നിറയുകയുള്ളൂ. നമ്മളെക്കാളും വളരെ ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത, ഇത്രയൊന്നും അട്രാക്ഷൻസ് ഇല്ലാത്ത തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടാണ് മേലെ പോകുന്നത്? അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്.
ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഹിന്ദിക്കാരെ കാണാറില്ലേ സൊസൈറ്റിയിൽ? നമ്മൾ പൊതുവെ ഹിന്ദിക്കാരെ വിളിക്കുന്ന പേരെന്താ? ബംഗാളികൾ. അവർ ബംഗാളികൾ മാത്രമൊന്നല്ല, അവര് ആസാമിൽ നിന്ന് വരുന്നുണ്ട്, ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഓഡിറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഈ പറയുന്ന ഈ ബംഗാളികൾ എല്ലാവരും കൂടി ചെയ്യുന്ന പണി എന്താ? അവർ നന്നായി ജോലി ചെയ്യും. ആ ജോലി ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ശനിയാഴ്ച, പൊതുവെ അവർ ലേബർ ക്ലാസ് ആണ്, അവർക്ക് ശനിയാഴ്ച പൈസ കിട്ടും. ആ ശനിയാഴ്ച വൈകുന്നേരം അവർ ഈ ഗൂഗിൾ പേ വഴി എങ്ങോട്ട് അയക്കും? അവരെ നാട്ടിലേക്ക് അയക്കും. ഇങ്ങനെയുള്ള അതിദുരന്തമായ ഒരു എക്കണോമിക് സിനാരിയോ ആണ് കേരളത്തിലുള്ളത്. ഈ പറയുന്ന രീതിയിലുള്ള 50,000 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നത്. മുമ്പൊക്കെ ഈ നേരത്തെ പറഞ്ഞല്ലോ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച്. ഡിജിറ്റൽ ട്രാൻസാക്ഷനൊക്കെ മുമ്പൊക്കെ ഇത് ശനിയാഴ്ച ശമ്പളം കിട്ടിയാൽ തിങ്കളാഴ്ചയായിരുന്നു ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യൽ. ഇപ്പം ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് വൈകുന്നേരം ഡിന്നറിന് മുമ്പായി ഈ ആളുകളൊക്കെ ഇവിടുന്ന് ഈ പൈസ എങ്ങോട്ടാണ് അയക്കുന്നത്? നിങ്ങളെ വീട്ടിലെ പറമ്പിലെ പണി ചെയ്യാനോ ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കോ ആളുകളെ വിളിച്ചാൽ അവരിവിടെ നിന്ന് വാങ്ങുന്ന പണം നേരെ പോകുന്നത് കേരളത്തിന്റെ പുറത്തേക്കാണ്. അതുകൊണ്ട് ഇവിടെ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടണമെങ്കിൽ, ഇവിടെ ഈ പറയുന്ന വികസനം വരണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ മാൻ പവർ നല്ല രീതിയിൽ ബിസിനസ്സും പ്രൊഫഷനുമായിട്ട് ഈ നാട്ടിൽ നിൽക്കണം. അതിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ആ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കാലത്താണ് നിങ്ങളുള്ളത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കാലം ഖജനാവ് കാലിയാവുന്ന കാലമായിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.